ഈ ചിത്രത്തിൽ കാണുന്നത് നമ്മുടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇതിനെ ഷ്രോയിൻഡർ ഇമ്പാക്ട് ബേസിൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇവിടെ പണ്ടെപ്പോഴും ഒരു അസ്ട്രോയിഡ് അല്ലെങ്കിൽ ഒരു ചിഹ്നഗ്രഹം വന്ന് ഇടിക്കുകയും അങ്ങനെ രൂപം കൊണ്ടാണ് ഈ ഇമ്പാക്ട് ബേസിൻ. ഇവിടെ വളരെ വലിപ്പമുള്ള ഗ്രാൻഡ് കനൈൻസ് ഉണ്ടല്ലോ, നമ്മുടെ അരിസോണയിലൊക്കെ ഉള്ള ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലുള്ള ഗ്രാൻഡ് കനൈൻസ് ഉണ്ടല്ലോ ഭൂമിയിൽ, അതിന് തുല്യമായിട്ട് വലിയ 2 ഗ്രാൻഡ് കനൈൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെ വാലിസ് ഷ്രോഡിംഗർ എന്നും വാലിസ് പ്ലാങ്ക് എന്നുള്ള പേരിലും 2 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റഡി റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തു. അതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്റ്റഡിയിൽ പറയുന്നത് അന്ന് വന്നിടിച്ച ഈ ചിഹ്നഗ്രഹത്തിന്റെ ഈ കൂട്ടിയിടി മൂലം ഏകദേശം 10 മിനിറ്റ് കൊണ്ടാണ് ഈ വലിയ 2 കൂറ്റൻ ഗ്രാൻഡ് കനൈൻസ് ഉണ്ടായെന്നാണ് പറയുന്നത്. ഏകദേശം 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഏതോ ഒരു ചിഹ്നഗ്രഹമെന്നോ അല്ലെങ്കിൽ വാൽ നക്ഷത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമെന്നോ കരുതുന്ന ഒരു സാധനം വന്ന് ഇടിക്കുകയും ഈ ഷ്രോഡിംഗർ ഇമ്പാക്ട് ബേസിൻ എന്ന് പറയുന്ന ഈ ഒരു മലയിടുക്കുകൾക്ക് തുല്യമായിട്ടുള്ള ഭാഗം രൂപപ്പെട്ടത്. ഇത് 10 മിനിറ്റ് കൊണ്ടാണ് രൂപപ്പെട്ടതെന്ന് പറയുന്ന സ്റ്റഡിയാണ് പബ്ലിഷ് ചെയ്തത്. US നിന്നുള്ളതും പിന്നെ ബ്രിട്ടീഷ് റിസർച്ചേഴ്സ് ഒക്കെ ചേർന്നിട്ടുള്ള സ്റ്റഡിയാണ് ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റഡി നടത്താനായിട്ട് നാസയുടെ ലൂണാർ റെക്കണൈസൻസ് ഓർബിറ്റർ എന്ന് പറയുന്ന അതിൽ നിന്നുള്ള ഡേറ്റയും ചിത്രങ്ങളും ഒക്കെ ഉപയോഗിച്ച് മാപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ മലയിടുക്കുകളും ഈ ഗ്രാൻഡ് കനൈൻസിന്റെയും രൂപം കൊണ്ടതിനുള്ള സാഹചര്യത്തെ പറ്റിയാണ് അവർ സ്റ്റഡി നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റഡിയൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ഈ ജേണലിലാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡിയാണിത്. സ്റ്റഡിക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി ഓഫ് ഹ്യൂസ്റ്റണിലെയും ലൂണാർ ആൻഡ് പ്ലാനറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് റിസർച്ചേഴ്സ് ചേർന്നിട്ടാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ ഈ സ്റ്റഡി പറയുന്നതനുസരിച്ച് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ആണവായുധ ശേഖരങ്ങളുണ്ട്. ആ ആണവായുധ ശേഖരങ്ങളുടെ എല്ലാം കൂടെ ചേർന്ന് ഉള്ള ഒരു ഇമ്പാക്റ്റിന്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതിന്റെ 130 ഇരട്ടി ഊർജ്ജമാണ് ഈ ഒരു കൂട്ടിയിടിയുടെ സമയത്ത് ഉണ്ടായെന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റഡിയിലൂടെ അവർ പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലൂണാർ റെക്കണൈസൻസ് ഓർബിറ്റർ എന്നുള്ള ഡേറ്റയൊക്കെ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സിമുലേഷനിലൂടെയാണ് ഇവരിത് മനസ്സിലാക്കിയത്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഇമ്പാക്റ്റ് നടക്കുന്ന സമയത്ത് ഈ ഇമ്പാക്റ്റിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഈ ഡെബ്രീസ് ഒക്കെ ഏകദേശം 2200 മൈൽസ് പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുകയും 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഡെബ്രീസ് ഒക്കെ ചേർന്ന് ഇങ്ങനത്തെ ഒരു രൂപം അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റിന്റെ ഫലമായിട്ട് ഇങ്ങനത്തെ ഒരു ഗ്രാൻഡ് കനൈൻസിന് തുല്യമായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഈ വാലിസ് പ്ലാങ്ക് എന്ന് പറയുന്നതിന് ഏകദേശം 174 മൈൽ നീളവും 2.2 മൈൽ വീതി അല്ല ഡെപ്തും ഉണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതേസമയം വാലിസ് ഷ്രോഡിംഗറിന് അത് മറ്റൊരു മലയിടുക്കാണ്, അതിന് ഏകദേശം 168 മൈൽ നീളവും ഡെപ്ത് എന്ന് പറയുന്നത് 1.7 മൈൽ ഡെപ്ത് വേണമെന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ ഭൂമിയിലുണ്ടായിട്ടുള്ള ഗ്രാൻഡ് കനൈൻസ് ഒക്കെ രൂപം കൊള്ളാനായിട്ട് ഏകദേശം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഇറോഷൻ മൂലവും മറ്റുമൊക്കെ. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മൂണിലുണ്ടായ ഈ 2 ഗ്രാൻഡ് കനൈൻസും ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാകപ്പെടാൻ ഉള്ള സാഹചര്യമാണ് ഈ സിമുലേഷൻ സ്റ്റഡിയിലൂടെ അവർ പറയുന്നത്. അത്ര വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത്. ആ ഡെബ്രീസ് ഒക്കെ അത്ര ഫാസ്റ്റായി മൂവ് ചെയ്യുകയും ഇങ്ങനത്തെ ഒരു രൂപം കൊള്ളുകയാണ് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. ഒരുപക്ഷെ 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ഒരു ചിഹ്നഗ്രഹം വന്നിടിക്കുകയും അത്തരത്തിൽ നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്ന ഡൈനോസേഴ്സിനൊക്കെ വംശനാശം സംഭവിച്ചു എന്നൊക്കെ നമുക്കറിയാം. ആ ഒരു ചിഹ്നഗ്രഹവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചന്ദ്രനിൽ വന്നിടിച്ച ഈ ചിഹ്നഗ്രഹത്തിന് ഏകദേശം 15 മൈൽ ഡയമീറ്റർ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതായത് ഭൂമിയിൽ വന്നിടിച്ചതിനേക്കാൾ വലിപ്പമുള്ളതാണെന്നാണ് പറയുന്നത്. ഈ സ്റ്റഡിക്ക് വളരെയധികം ഇംപ്ലിക്കേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഇമ്പാക്ട് ബേസിനിൽ വളരെ ഏൻഷ്യന്റ് ആയിട്ടുള്ള പാറകളും മറ്റുമൊക്കെ ഈ സർഫസിനോട് വളരെ അടുത്തായിരിക്കും. ഒരുപക്ഷെ ഭാവിയിൽ മനുഷ്യൻ നമ്മുടെ ചന്ദ്രനിലേക്ക് മിഷൻസ് അയക്കുമ്പോൾ ഈ ഭാഗത്ത് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് എടുക്കുന്ന സാമ്പിൾസിന് ഏൻഷ്യന്റ് ആയിട്ടുള്ള റോക്കിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ തരാൻ കഴിയുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ആർടെമിസ് എന്ന് പറയുന്ന ഒരു ബഹിരാകാശ മിഷനെ പറ്റിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് മൂണിലേക്ക്. ആ ഒരു സമയമാകുമ്പോൾ ബഹിരാകാശ യാത്രികൾക്ക് ഇവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സാമ്പിൾസ് കളക്ട് ചെയ്യാൻ കഴിയുമെന്നും ആ സാമ്പിൾസിൽ നിന്ന് ഭൂമിയെ പറ്റിയും ഏൻഷ്യന്റ് റോക്സിനെ പറ്റിയൊക്കെ ഐഡിയാസ് കിട്ടുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് എടുത്തു പറയുന്നത്. മാത്രമല്ല നമ്മുടെ ഭൂമിയും ഒരു തിയ എന്ന് പറയുന്ന ഒരു എക്സോ പ്ലാനറ്റും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ചന്ദ്രൻ ഉണ്ടായെന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അത്തരത്തിലുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റുകളെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ തരാനും ഒക്കെ ഇത്തരത്തിലുള്ള സ്റ്റഡിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്നൊക്കെയാണ് ഈ റിസർച്ചേഴ്സ് എടുത്തു പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. മാത്രമല്ല അവർ പറയുന്നത് ഈ ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള ഈ ഒരു കനോൺ ഭാഗത്ത് ഈ ഏരിയ പൂർണ്ണമായും നിഴൽ പ്രദേശമാണ്. അതായത് അവിടെ സൂര്യപ്രകാശം തട്ടാനുള്ള സാഹചര്യം ഇല്ലാത്ത രീതിയിലായതുകൊണ്ട് തന്നെ അവിടെ ഐസിന്റെ പ്രസൻസ് ഉണ്ടെന്നും ഒരുപക്ഷെ അത്തരം ഭാഗങ്ങൾ ഭാവിയിലുള്ള ബഹിരാകാശ പര്യവേഷണ സമയത്ത് ഇതൊരു സ്റ്റോപ്പിംഗ് പോയിന്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു റീജിയനിൽ നിന്ന് റോക്കറ്റിന് ആവശ്യമായിട്ടുള്ള ഇന്ധനവും കുടിവെള്ളവും ഒക്കെ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള ഐസിന്റെ പ്രസൻസും ഒക്കെ ഇവിടെ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് ഈ സ്റ്റഡീസ് പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റു വീഡിയോകൾ നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോ വേണ്ടി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.